ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ബ്യൂട്ടി സീക്രട്ട്. ഇന്ന് നമുക്ക് മുടി ഒന്ന് സിൽക്കി സോഫ്റ്റ് ആക്കി എടുത്താലോ? അതിന് നമുക്കൊരു ബനാന ഹെയർ മാസ്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് വന്നോളൂ. നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പം നമ്മൾ തേങ്ങ ഒന്നുകിൽ ചിരണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഇതുമാതിരി കഷ്ണമാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കണം. അധികം വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആക്കാനും ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. പിന്നെ അതിനുള്ള പ്രോട്ടീൻസൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. ഡ്രൈ ആയ മുടിയൊക്കെ നല്ല സിൽക്കി ആക്കാൻ നല്ലോണം സഹായിക്കും. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയും എല്ലാവർക്കും അറിയാം, ഡാൻഡ്രഫ് മാറാനും കണ്ടീഷനാക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ കറ്റാർവാഴ ഉള്ളത് കൊണ്ട് ഞാൻ പ്ലാന്റിൽ നിന്ന് മുറിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മളത് കുറച്ച് നേരം കുത്തിച്ചാരി വെക്കണം. അതിലൊരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും, അത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെല്ല് എടുത്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്യണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യണം. എന്നിട്ട് നമ്മളത് യൂസ് ആക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ പ്ലാന്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യാം. കളർ ആഡ് ചെയ്യാത്തതും ഫ്രാഗ്രൻസ് ഇല്ലാത്തതുമായിട്ടുള്ള നല്ല ബ്രാൻഡിൻ്റെ കറ്റാർവാഴ ജെല്ല് നോക്കി ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. നേന്ത്രപ്പഴമാണ് കൂടുതൽ നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ ചെറുപഴമൊക്കെ എടുക്കാം കേട്ടോ. നല്ല തൊലി കറുത്ത നേന്ത്രപ്പഴം വേണം. അതായത് നമ്മൾക്ക് കഴിക്കാൻ കൊള്ളാത്തത് നമ്മൾ കളയാൻ വേണ്ടി വെക്കില്ലേ, അപ്പോൾ നമ്മളത് കളയണ്ട, നമുക്കതൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാമല്ലോ. അതും കൂടി ഇട്ടിട്ട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടും നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഈ പഴത്തിൽ ഈ ചെറിയ കറുത്ത കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ അലോവേരയുടെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അരിച്ചെടുത്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാൽ മാതിരി നമ്മൾ മുടി ഒന്ന് വളർത്താൻ നോക്കിയത് ഇത് മുടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഡാൻഡ്രഫായി മുടി കൊഴിഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നന്നായി അരിച്ചെടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്യണത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരു അര തൊട്ട് 1 ടീസ്പൂണോളം കാസ്റ്റർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യണത്. കാസ്റ്റർ ഓയിൽ നമുക്കറിയാമല്ലോ, കാസ്റ്റർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ പാക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് തിക്കായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അടുത്തത് ആഡ് ചെയ്യണത് റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. റോസ്മേരി ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത്രയും നല്ലതാണ് മുടിക്ക്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഈ പാക്ക് സ്കാൽപ്പിലും ലെങ്ത്തിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്യുക. ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ബെനിഫിറ്റ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.